ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഇയ്യോബ് 27 അധ്യായം 5 വാക്യം. നിങ്ങളുടെ വാദം ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല, മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല. മനുഷ്യൻ്റെ ബലഹീനതയ്ക്കുമേൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ വായന ഭാഗം. ഇവിടെ ശൂഹ്യനായ ബിൽദാദും ഇയ്യോബും തമ്മിലുള്ള സംഭാഷണമാണ് നാം കാണുന്നത്. ദൈവ മഹത്വത്തെക്കുറിച്ചും മനുഷ്യൻ്റെ പരിമിതികളെക്കുറിച്ചും നാം ഇവിടെ കാണുന്നതോടൊപ്പം തന്നെ കഠിനമായ കഷ്ടതകൾക്കിടയിലും ഒരു ദൈവ പൈതൽ കാത്തു സൂക്ഷിക്കേണ്ട ആത്മീയ വിശ്വസ്തതയെക്കുറിച്ച് ആണ് ഈ ഭാഗത്ത് കാണുന്നത്. ഈ സംഭവത്തിൽ നിന്നും എങ്ങനെ നമുക്ക് ആത്മീയ വിശ്വസ്തത പാലിക്കാം എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ദൈവമഹത്വം നാം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ അതിമഹത്വവും മനുഷ്യൻ്റെ നിസ്സാരതയുമാണ് 25 അധ്യായത്തിൽ നാം കാണുന്നത്. ബിൽദാദിൻ്റെ ചില ചിന്തകളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം ആകാശത്തിലെ സൈന്യങ്ങളെ ഭരിക്കുന്നു. നമുക്കറിയാം, പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവാണ് ദൈവം. അവൻ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഭരിക്കുന്നു. 25 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറയുന്നു, ആധിപത്യവും ഭയങ്കരത്വവും അവൻ്റെ പക്കലുണ്ട്. തൻ്റെ ഉന്നത സ്ഥലങ്ങളിൽ അവൻ സമാധാനം പാലിക്കുന്നു എന്ന്. അവൻ ഭൂമിയെയും പാതാളത്തെയും ജയിച്ചവനാണ്. അതിനാൽ ദൈവത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കുക. അവിടെ 3 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ എന്ന്. അവൻ്റെ പ്രകാശം ആർക്ക് ഉദിക്കാതെ ഇരിക്കുന്നു. സർവത്തിൻ്റെയും അധിപനായ ദൈവം നൽകുന്ന പ്രകാശം ആർക്കെങ്കിലും ലഭിക്കാതിരിക്കുന്നുണ്ടോ? അത്രത്തോളം ഭയങ്കരത്വം നിറഞ്ഞ ദൈവത്തിൻ്റെ മുന്നിൽ മനുഷ്യൻ ചെറുതാണ്. അതിനെക്കുറിച്ച് ബിൽദാദ് പറയുന്നത് ഇങ്ങനെയാണ്, പുഴുവായിരിക്കുന്ന മർത്യൻ കൃമിയായ മനുഷ്യൻ എന്നുമാണ്. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും മഹത്വത്തിനും മുന്നിൽ മനുഷ്യൻ കൃമിയും പുഴുവുമാകുന്നു എന്ന് ഇവിടെ പറയുന്നു. അതിനാൽ നാം ദൈവ മഹത്വം തിരിച്ചറിയുക. രണ്ടാമതായിട്ട് ദൈവം ന്യായാധിപനാണെന്ന് മനസ്സിലാക്കുക. ദൈവമാണ് യഥാർത്ഥ ന്യായാധിപനെന്ന ഉറപ്പ് ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. ഏതെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നിഷ്കളങ്കതയോടെ, നേരോടെ, നീതിയോടെ ജീവിക്കണമെന്ന് ഇയ്യോബ് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല, എൻ്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല എന്നതായിരുന്നു ഇയ്യോബിൻ്റെ പ്രഖ്യാപനം. അതിന് ഒരു കാരണമുണ്ട്. അത് 27 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ പറയുന്നു, എൻ്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മൂക്കിലും ഉണ്ടല്ലോ എന്ന്. നിഷ്കളങ്കമായുള്ള ഒരു സത്യസന്ധതയാണ് നാം ഇവിടെ കാണുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് പറയുന്നു, മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് ആത്മീയമായ വിശ്വസ്തത. തുടർന്ന് ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ന്യായാധിപനായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. പ്രിയമുള്ളവരെ, ന്യായാസനത്തിന് മുന്നിൽ നിഷ്കളങ്കരായി ദൈവമഹത്വം അംഗീകരിച്ചുകൊണ്ട് താഴ്മയോടെ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുന്ന് അത്യുന്നതനാണ്, എന്നാൽ മനുഷ്യരായ ഞങ്ങൾ ബലഹീനരുമാകുന്നുവല്ലോ. എന്നാൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ അവിടുന്ന് കൈവിടുകയില്ല എന്ന് ഒരിക്കൽ കൂടെ മനസ്സിലാക്കുവാൻ ഞങ്ങൾ അവിടുന്ന് ഇടയാക്കിയല്ലോ. അവിടുത്തെ ന്യായാസനത്തിന് മുൻപാകെ ശ്രേഷ്ഠമായ വിളിക്ക് ഓഹരിക്കാരാകുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.